ഡിയർ സ്റ്റുഡൻസ്, കോമക്സ് ട്യൂട്ടോറിയലിൻ്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഫണ്ടമെൻ്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന സബ്ജക്റ്റിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻകം ടാക്സിലൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞതിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതിൻ്റേതായിട്ടുള്ള സീരിയസ്നെസ്സോട് കൂടിയിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുവരെ സബ്ജക്റ്റൊക്കെ കവർ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യുക, ഈ പോയിന്റുകൾ അല്ലെങ്കിൽ ഈ ടോപ്പിക്ക്, ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത്. പഠിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഡെഫിനിഷൻ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഫസ്റ്റ് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൽ ഡെഫിനിഷൻ ക്വസ്റ്റ്യൻസ് ഒരുപാട് വരും, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വന്നിട്ടുള്ളതിനാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഞാൻ കൊടുത്തിട്ടില്ല. ആൻസർ വേണ്ടിയവർക്ക് വാട്സപ്പിൻ്റെ ചാനലിലോ അല്ലെങ്കിൽ വാട്സപ്പിൻ്റെ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ അതിൻ്റെ PDF ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഡെഫിനിഷൻ ക്വസ്റ്റ്യനിൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്, ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ഷോർട്ട് സെല്ലിങ്. അതേപോലെ പുട്ട് ഓപ്ഷൻ പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക, കോൾ ഓപ്ഷനും പഠിക്കുക. ദെൻ വാട്ട് ഈസ് സിസ്റ്റമാറ്റിക് റിസ്ക് എന്താണ്, അതേപോലെ അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്താണെന്നുള്ളതും കൂടെ പഠിക്കുക. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ എന്താണ്, ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ എന്താണ് നമുക്കറിയാം, പഠിച്ചതല്ലേ അല്ലേ. പിന്നെ മാർക്കറ്റ് റിസ്ക്. ഓക്കെ, പിന്നെ ക്രെഡിറ്റ് റേറ്റിംഗ് എന്താണ്, സ്പെക്കുലേഷൻ എന്നാൽ എന്താണ്, സ്പെക്കുലേഷൻ ആർബിട്രേജ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ, സ്പെക്കുലേഷൻ എന്താണ്. ദെൻ ട്രെൻഡ് എന്താണ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈൽഡ് ടു മെച്യൂരിറ്റി, YTM. ചിലപ്പോൾ എക്സാമിന് അങ്ങനെ തന്നെ ചോദിക്കാം, വാട്ട് ഈസ് YTM അല്ലെങ്കിൽ വാട്ട് ഡു യു മീൻ ബൈ YTM, ഈൽഡ് ടു മെച്യൂരിറ്റി. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദിക്കാൻ ചാൻസ് ഉള്ളതാണത് എഫിഷ്യൻറ്റ് മാർക്കറ്റ് ഹൈപ്പോത്തിസിസ്, EMH. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും അതിൻ്റെ ഷോർട്ട് വേർഡ് ചോദിക്കും. ഫോർ എക്സാമ്പിൾ YTM എന്താണ് അല്ലെങ്കിൽ EMH എന്താണെന്നൊക്കെ. അപ്പോൾ EMH എന്താണെന്ന് അറിയാത്തവർ അല്ലെങ്കിൽ എഫിഷ്യൻറ്റ് മാർക്കറ്റ് ഹൈപ്പോത്തിസ് ആണ് EMH എന്ന് അറിയാത്തവർക്ക് അത് എന്ത് ചെയ്യാൻ പറ്റില്ല, എഴുതാൻ പറ്റില്ല. അപ്പോൾ ഡെഫിനേഷൻ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻറ്റോട് കൂടിയിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. ഇനിയുണ്ട് എന്താണ് ഫണ്ടമെൻ്റൽ അനാലിസിസ്, എന്താണ് ടെക്നിക്കൽ അനാലിസിസ്. അപ്പോൾ ഫണ്ടമെൻ്റൽ അനാലിസും ടെക്നിക്കൽ അനാലിസും ഒക്കെ ഡിഫറൻസ് ചോദിക്കാൻ ചാൻസിലാണ്, ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ളതാണ്. ദെൻ വാട്ട് ഈസ് ബുക്ക് ബിൽഡിങ് എന്താണ് അല്ലേ, ഷെയറിൻ്റെ പ്രൈസ് ഡിസ്കവർ ചെയ്യുന്നൊരു മെത്തേഡാണ് ബുക്ക് ബിൽഡിങ്. ദെൻ റാൻഡം വാക്ക് തിയറി എന്താണ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താണ്. ദെൻ കൂപ്പൺ റേറ്റ് പിന്നെ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ അല്ലെങ്കിൽ ഡിവിഡൻഡ് റിട്ടൻഷൻ റേഷ്യോ, ഇത് രണ്ടും ചോദിക്കാം അല്ലേ. ഡിവിഡൻഡ് കൊടുക്കുന്ന റേഷ്യോ ആണ് പേ ഔട്ട് റേഷ്യോ. ഡിവിഡൻഡ് റിട്ടേൺ ചെയ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റിൽ നിന്ന് കുറച്ച് ഭാഗം നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്പനിയിൽ തന്നെ റിട്ടേൺ ചെയ്ത് വെക്കണം, അതിനെയാണ് റിട്ടൻഷൻ റേഷ്യോ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ 16 ഡെഫിനിഷൻസ് നിങ്ങൾ എന്തായാലും പഠിച്ചിട്ട് പോവുക. നെക്സ്റ്റ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ഫാക്ടേഴ്സ് ഷുഡ് ബി കൺസിഡർഡ് പോർട്ട്ഫോളിയോ സെലക്ഷൻ. അപ്പോൾ ഒരു പോർട്ട്ഫോളിയോ സെലക്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓപ്ഷൻ ആൻഡ് സ്വാപ്പ്, ഓപ്ഷനും സ്വാപ്പും തമ്മിലുള്ള ഡിഫറൻസ്. വാട്ട് ഈസ് ഡൗ തിയറി, ഇമ്പോർട്ടൻ്റ് ആണ് ഡൗ തിയറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് NSE, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്. പിന്നെ വാട്ട് ആർ ദ ബെനിഫിറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ, ഇതൊക്കെ നമുക്ക് ജനറലായിട്ട് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ആർ ദ ബെനിഫിറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്താണ്. ദെൻ നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് ബോണ്ട്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോണ്ട് അല്ലേ, പലതരത്തിലുള്ള ബോണ്ട് ഉണ്ട്, അത് ഏതൊക്കെയാണ് എന്നുള്ളത് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ റാൻഡം വാക്ക് തിയറി, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. റാൻഡം വാക്ക് തിയറിയും എഫിഷ്യൻറ്റ് മാർക്കറ്റ് ഹൈപ്പോത്തിസിസും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ എലിയോട്ട് വേവ് തിയറി. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ അനാലിസിസിലും ടെക്നിക്കൽ അനാലിസിസിൽ പോർട്ട്ഫോളിയോ സെലക്ഷനിലൊക്കെ ഒരുപാട് തിയറീസ് പഠിക്കാനുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കുക. അതിൽ പ്രധാനപ്പെട്ട 2 തിയറിയാണ് റാൻഡം വാക്ക് തിയറിയും എലിയോട്ട് വേവ് തിയറിയും. ദെൻ നെക്സ്റ്റ്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ എന്തെല്ലാം ഫാക്ടേഴ്സാണ് ഇൻഫ്ലുവൻസ് ചെയ്യുക അല്ലേ. ഇതൊക്കെ ജനറലായിട്ട് ഇനിയിപ്പോൾ ജസ്റ്റ് ഇതൊക്കെ എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഴുതാൻ പറ്റുന്ന ആൻസേഴ്സാണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ടെക്നിക്കൽ അനാലിസിസ്, ഫണ്ടമെൻ്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, ഇതെന്തായാലും നിർബന്ധമായിട്ടും പഠിക്കേണ്ട പോയിൻ്റാണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ അല്ലേ, 2 മാർക്കറ്റ് ലൈൻ ഉണ്ട്, ഒന്ന് ക്യാപിറ്റൽ മാർക്കറ്റ് ലൈനും മറ്റേത് സെക്യൂരിറ്റി മാർക്കറ്റ് ലൈനും.
അപ്പോൾ വാട്ട് ഈസ് സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ, SML, CML ഉണ്ട്, SML ഉണ്ട്. SML എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് എസ്സേക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വൺ, എക്സ്പ്ലെയിൻ എഫിഷ്യൻറ്റ് മാർക്കറ്റ് ഹൈപ്പോത്തിസിസ്. അപ്പോൾ എഫിഷ്യൻറ്റ് മാർക്കറ്റ് ഹൈപ്പോത്തിസിസ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക. വിത്ത് ഗ്രാഫ് അടക്കം എന്ത് ചെയ്യുക, നിങ്ങൾ വരയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്. എന്തൊക്കെയാണ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റെപ്പ് എന്നുള്ളത്. ഓക്കെ. നെക്സ്റ്റ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് സെബി. സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, എന്തൊക്കെയാണ് ഈ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെബി എടുക്കുന്ന മെഷേഴ്സ് ടേക്കൺ ബൈ സെബി ഫോർ ഇൻവെസ്റ്റേഴ്സ് പ്രൊട്ടക്ഷൻ. ഓക്കെ. നെക്സ്റ്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഫണ്ടമെൻ്റൽ അനാലിസിസ് ആൻഡ് ടെക്നിക്കൽ അനാലിസിസ്. അപ്പോൾ ഫണ്ടമെൻ്റലും ടെക്നിക്കലും നമ്മൾ വീണ്ടും കൊടുക്കാൻ കാരണം അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഫണ്ടമെൻ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ രണ്ട് മെയിനായിട്ടുള്ള ടോപ്പിക്കാണ്, ഒന്ന് ഫണ്ടമെൻ്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിസ് അല്ലേ. നെക്സ്റ്റ്, ടൂൾസ് യൂസ്ഡ് ഓഫ് ഫണ്ടമെൻ്റൽ അനാലിസിസ്. ഏതൊക്കെ ടൂൾസാണ് ഫണ്ടമെൻ്റൽ അനാലിസിസിൽ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ്, എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ്, എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഒബ്ജക്റ്റീവ് ആൻഡ് പ്രോസസ്സ്. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സും പ്രോസസ്സും ഒക്കെ എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ ഇട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഫോർ ബൈയിങ് ആൻഡ് സെല്ലിങ് ഷെയർസ്. എങ്ങനെയാണ് ഒരു ഷെയർ ബൈ ചെയ്യുക, എങ്ങനെയാണ് ഷെയർ സെല് ചെയ്യുക, അതിൻ്റെ ആ പ്രോസസ്സ്. ഓക്കെ. ദെൻ നെക്സ്റ്റ്, വാട്ട് ഈസ് CAPM, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ. ആ ഗ്രാഫും അതേപോലെ ഫോർമുലയൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ഈ ക്വസ്റ്റ്യൻസ് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ, ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് ഇത്രയും കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതെങ്കിലും മിനിമം നിങ്ങൾ എന്ത് ചെയ്യുക, നാളത്തെ എക്സാമിന് പഠിച്ച് പോവുക. ഓക്കെ. അപ്പോൾ ഈ ഷോർട്ട് ആൻസറിൻ്റെ ഡെഫിനിഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ഞാൻ അതിൻ്റെ PDF അല്ലെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻ്റ് ആവശ്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, വാട്സപ്പിൽ ജോയിൻ ചെയ്യാം. അതില്ലെങ്കിൽ ടെലിഗ്രാമിൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ PDF ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ സി നെക്സ്റ്റ് ക്ലാസ്.